കേശു, മോനെ കേശു. വാതിലിൽ ആരോ തട്ടി വിളിക്കുന്നറിഞ്ഞാണ് അവൻ ഉറക്കം ഉണർന്നത്. എഴുന്നേറ്റിരുന്ന് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 2 മണി. നേരം പാതിരയാണ്. അമ്മയുടെ ശബ്ദം ആണ് കേൾക്കുന്നത്. അമ്മ എന്താ ഈ നേരത്തെ വിളിക്കുന്നത്? ദൈവമേ, ആർക്കെങ്കിലും വയ്യാതായോ? ചിന്തകളോടെ ചെന്ന് കൊണ്ടവൻ മുറിയുടെ വാതിൽ തുറന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ മുന്നിൽ അമ്മയും അച്ഛനും. എന്താ അമ്മേ, എന്ത് പറ്റി മുത്തശ്ശിക്ക്? എങ്ങാനും വയ്യാതായോ? അതൊന്നുമല്ല മോനെ, ഗിരിജ അപ്പച്ചി മിതിച്ചു. പറഞ്ഞത് അമ്മയാണ്. ആ നിമിഷം എൻ്റെ നോട്ടം പോയത് അച്ഛനിലേക്കാണ്. അച്ഛൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരിക്കുന്നു. ആ പെങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടാണെന്ന് കാണിക്കുന്നു അത്. എന്നിട്ടും എന്തിനാണ് അവരോട് ദേഷ്യം കാണിച്ച് അച്ഛൻ നടന്നിരുന്നത്? കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു എന്നതുകൊണ്ടാണോ? കേശു, വാ മോനെ, ഇപ്പോൾ തന്നെ പുറപ്പെടാം പാലക്കോട്ടേക്ക്. അവളെ എനിക്ക് കാണണം. മോനെ, അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞതും മറ്റൊന്നും പറയാതെ തലയാട്ടി. അച്ഛനും അമ്മയും പോകുന്നത് നോക്കി നിന്നു. ഞാൻ ആദി കേശവ്. എല്ലാവരും എന്നെ വിളിക്കുന്നത് കേശു എന്നാണ്. കേശവൻ എന്നായിരുന്നു മുത്തശ്ശൻ്റെ പേര്. അതിൻ്റെ കൂടെ ആദി എന്ന് ചേർത്തു. മുത്തശ്ശൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ആ പേര് എന്നെ വിളിക്കുന്നതും. ആ പോയത് എൻ്റെ അച്ഛൻ മുകുന്ദൻ, അമ്മ ലളിത. എനിക്കൊരു ചേട്ടനും അനുജത്തിയും കൂടെ ഉണ്ട്. അനുജത്തി അനന്ന, ഞങ്ങളുടെ അമ്മുമോള്. ചേട്ടൻ ശ്രീനാഥ്, ചേട്ടൻ്റെ ഭാര്യ ആർദ്ര. ഒരു മോനും ഉണ്ട് ഏട്ടന്, ആലോക്. എല്ലാവരുടെയും അല്ലുമോൻ. ഇത്രയുമാണ് ഞങ്ങളുടെ കുടുംബം. മുത്തശ്ശൻ മരിച്ചുപോയി. മുത്തശ്ശൻ ചെറിയച്ഛൻ്റെ കൂടെയാണ് താമസം. മുത്തശ്ശൻ കേശവൻ, മുത്തശ്ശി ഭാരതി. അവർക്ക് 3 മക്കളാണ്. മൂത്തതാണ് എൻ്റെ അച്ഛൻ. പിന്നെ ഉള്ളത് ചെറിയച്ഛൻ ദേവൻ. ഇരുവർക്കും ഒരേ ഒരു പെങ്ങൾ ഗിരിജ, എൻ്റെ അപ്പച്ചി. ഇവർക്ക് എല്ലാവർക്കും അപ്പച്ചിയോട് ദേഷ്യം എന്തിനാണ് എന്നല്ലേ? എല്ലാ കഥകളിലെയും പോലെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യം. ചെറിയൊരു ഓർമ്മയുള്ളൂ അപ്പച്ചിയെക്കുറിച്ച്. എനിക്ക് 4 വയസ്സ് ഉള്ളപ്പോൾ ആണ് അപ്പച്ചി പോകുന്നത്. ഇവിടുത്തെ പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു രാമേട്ടൻ ഉണ്ടായിരുന്നു, ആളുടെ മോൻ ചന്ദ്രനുമായിട്ട്. ഒരു സുപ്രഭാതത്തിൽ അപ്പച്ചി ആളുടെ കൂടെ ഇറങ്ങിപ്പോയി. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. 2 വീട്ടിലും കയറ്റിയില്ല അവരെ. അതോടെ അവർ ഇവിടം വിട്ടു. പിന്നെ അവരെ പറ്റി ഒന്നും അറിയില്ല എന്നതാണ് സത്യം. പാലക്കാട്ടേക്ക് പുറപ്പെടുമ്പോൾ ഇന്നോവയുടെ പിന്നിൽ നിന്ന് കരച്ചിലിൻ്റെ ചീളുകൾ ഉയരുന്നുണ്ട്. മുത്തശ്ശിയും അമ്മയും ചെറിയമ്മയും ആണ്. അച്ഛനും ചെറിയച്ഛനും എന്തോ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നു. ചേട്ടൻ മോനെയും കൊണ്ട് എൻ്റെ തട്ടപ്പുറത്തെ സീറ്റിൽ ഉണ്ട്. അമ്മുവിനും രുദ്രചേച്ചിക്കും അപ്പച്ചിയെ പരിചയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷമം ഒന്നുമില്ല. പുറത്തേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് അവർ. പുറത്തൊക്കെ ഇരുട്ടാണ്. എങ്കിലും വഴിവിളക്കുകളുടെ അരണ്ട വെളിച്ചം ഉണ്ട്. ഡ്രൈവ് ചെന്നതിലാണ് ശ്രദ്ധ. എങ്കിലും റെഡിയായി ഇറങ്ങുമ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ ആയിരുന്നു ഉള്ളിൽ. അപ്പച്ചി മാത്രമല്ല, ഒപ്പം അമ്മാവനും മരിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് ആയിരുന്നു എന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം ഉള്ളിൽ ഉറഞ്ഞുകൂടി. അവരുടെ മക്കൾക്ക് ആരും ഇല്ലാതായി എന്ന വിഷമം. അതിനവർക്ക് മക്കൾ ഉണ്ടോ? എത്ര മക്കൾ ഉണ്ടാകും? ആണോ പെണ്ണോ എന്നും അറിയില്ല അവരെ പറ്റി. ആരും അവരെ പറ്റി ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. എന്തായാലും ആ മക്കൾ ഒറ്റ ദിവസം കൊണ്ട് അനാഥരായില്ലേ? പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ നേരം 8 മണി കഴിഞ്ഞിരുന്നു. ഏകദേശം സ്ഥലമൊക്കെ മരണം വിളിച്ചു പറഞ്ഞ ആളോട് ചോദിച്ചിരുന്നു. ഒരു കവലയിൽ എത്തിയതും മരിച്ച വീട് ചോദിച്ചതും പറഞ്ഞു തന്നു. വണ്ടി ചെന്ന് നിന്നത് ഒരു ഓടിട്ട വീടിൻ്റെ മുന്നിൽ ആയിരുന്നു. ചെറിയൊരു വീടും പുരയിടവും. ഇപ്പോഴും ഇങ്ങനെയുള്ള വീടൊക്കെ ഉണ്ടോ? അതിശയം തോന്നി. ഇവിടെ ആണോ തൻ്റെ അപ്പച്ചി കഴിഞ്ഞിരുന്നത്? എത്ര സൗഭാഗ്യങ്ങളൊക്കെ വലിയൊരു തറവാട്ടിൽ കഴിഞ്ഞിരുന്നതാണ്. അവരെല്ലാം കൂടെ വരുന്നില്ല എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയുടെയും ചെറുമ്മയുടെയും ഒക്കെ മുഖത്ത് തൻ്റെ അതേ ഭാവം തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ. വീട്ടിൽ നിൽക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറേ ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. മഴ ചെറുതായി പെയ്യുന്നത് കൊണ്ട് മുറുമുറുപ്പ് പലയിടത്തു നിന്നും കേൾക്കുന്നു. മുത്തശ്ശിയെ അമ്മ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പിന്നാലെ ചെറിയമ്മയും മറ്റുള്ളവരും. അച്ഛനും ചെറിയച്ഛനും ഒക്കെ തകർന്നതുപോലെ ആയിരുന്നു. എല്ലാവർക്കും പുറകിലായി കയറാൻ നിൽക്കുമ്പോഴേക്കും അകത്തുനിന്നും കൂട്ടുകരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ നെഞ്ചു പൊട്ടിയ കരച്ചിൽ. അമ്മ ജീവനോടെ ഉള്ളപ്പോൾ മക്കൾ മരിച്ചു പോകുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ അവസ്ഥ. എങ്കിലും അവസാന കാഴ്ചയല്ലേ? കുഞ്ഞുനാളിൽ എങ്ങോ എനിക്ക് ചോറ് വാരിത്തരുകയും കുളിപ്പിച്ചുറക്കി തരികയും കൊഞ്ചിച്ചുകൊണ്ട് നടക്കുകയും ചെയ്ത ഒരു ധാവണിക്കാരി പെണ്ണിൻ്റെ ഓർമ്മ. അകത്തേക്ക് കാലെടുത്ത് വെച്ചതും കണ്ടത് വെള്ള പുതച്ച 2 രൂപങ്ങൾ ആണ്. ആരോ മുഖത്ത് തുണി മാറ്റിത്തന്നു. എല്ലാവരുടെയും ഒരു നോക്ക് കാണുമ്പോൾ നെഞ്ചൊന്ന് പിടച്ചുപോയി. ഉറങ്ങിക്കിടക്കുന്നത് പോലെ 2 പേര്. പെട്ടെന്നാണ് കാതിലേക്ക് ഒരു കരച്ചിൽ തുളച്ചു കയറിയത്. അമ്മേ, അച്ഛ, എന്നെ ഒറ്റയ്ക്കിട്ട് പോയല്ലേ രണ്ടാളും. ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ കേട്ട നോട്ടം അങ്ങോട്ടെത്തിയിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ 20ഓളം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. ചുണ്ടു വിതമ്പി കരയുന്നവൾ തല വെച്ച് കിടക്കുന്ന മുത്തശ്ശിയുടെ മടിയിലാണ്. ചുവരും ചാരിയിരുന്ന് മുത്തശ്ശി തേങ്ങൽ അടക്കുന്നു. ഇനി അധിക നേരം വെക്കാൻ പറ്റില്ല. എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, എടുക്കാലോ അല്ലേ? 50 വയസ്സോളം പ്രായം വരുന്ന ഒരാൾ വന്ന് മുകുന്ദനോട് ചോദിച്ചു. ഉള്ളിലെ വിങ്ങൽ അടക്കി മുകുന്ദൻ ഒന്ന് മൂളി. എവിടൊക്കെയോ ചന്ദ്രൻ്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അയാളുടെ കണ്ണുകൾ തിരഞ്ഞു. ആരും ഇല്ലായിരുന്നു. ആ സംഭവത്തിന് ശേഷം കേശവൻ കാരണവരെ പേടിച്ച് രാമനും കുടുംബവും വീട് വിട്ട് എങ്ങോ പോയിരുന്നു. വീട്ടിൽ ചിതയൊരുക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തുള്ളൊരു പുഴയോരത്തേക്കായിരുന്നു ചന്ദ്രൻ്റെയും ഗിരിജയുടെയും മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. അനുഗമിച്ചുകൊണ്ട് മറ്റുള്ളവരും. അവരുടെ മോളെ ചേർത്ത് പിടിച്ച് ഏതോ ഒരു സ്ത്രീ മുന്നിൽ നടന്നിരുന്നു. മുത്തശ്ശിയെ ചേർത്ത് പിടിച്ച് മുകുന്ദനും. കേശു മൗനമായി എല്ലാവർക്കും പുറകെ പോയി. ചിതയൊരൊക്കെ ഒരുക്കി കഴിഞ്ഞിരുന്നു. ചിതക്ക് ആരും തീ കൊളുത്തും എന്ന് ചർച്ച. അപ്പോഴാണ് ഉണർന്നത്.
ഉയർന്നത്. ഞാൻ ചെയ്യാം അച്ഛാ. കേശുവിൻ്റെ ശബ്ദം ഉയർന്നതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് എല്ലാവരും അവനെ ശ്രദ്ധിക്കുന്നത് തന്നെ. മുകുന്ദൻ്റെ നെഞ്ചിൽ ഒരു തണുപ്പ് വീണിരുന്നു. ഇതിനിടയിൽ ആരോ പറഞ്ഞതൊക്കെ അയാൾ അറിഞ്ഞിരുന്നു. തൻ്റെ പെങ്ങൾക്ക് ഈ ഒരു മകൻ മാത്രമേ ഉള്ളെന്ന്. ഒറ്റമുണ്ടെടുത്ത് ഇറനോടെ വന്നുകൊണ്ട് രണ്ട് ചിതകൾക്കും തീ കൊളുത്തുമ്പോൾ രണ്ട് ജീവിതങ്ങൾ ആണല്ലോ ഈ കത്തി തീരുന്നത് എന്നായിരുന്നു അവൻ്റെ ചിന്ത. വീട്ടുകാരെയും നാടും വേണ്ടെന്ന് വെച്ച് എവിടെയോ വന്ന് ജീവിച്ചവർ. തങ്ങളെ ഒക്കെ കാണാൻ ഒരിക്കലെങ്കിലും ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? ആ പെൺകുട്ടിയുടെ അലമുറയിട്ട കരച്ചിൽ ആണ് അവനെ ഉണർത്തിയത്. നോക്കിയപ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ചിതകൾക്കരികിലേക്ക് പാഞ്ഞു വരുന്നതാണ് കണ്ടത്. എല്ലാവരും പകപ്പോടെ നോക്കി നിന്നുപോയി. എന്തോ അപകടം കൺമുന്നിൽ നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലായി കേശുവിന്. അവൻ്റെ ചിന്തകൾ ശരിയാണ് എന്നതുപോലെ അവൾ ചിതകളിലേക്ക് ചാടാൻ അടുത്തതും അവളെ വലിച്ച് തൻ്റെ കൈകൾ ഒതുക്കി അവൻ. വിട് എന്നെ, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് പോകണം, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വിട്. ഭ്രാന്താണോ നിനക്ക്? സ്വന്തം ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ ഉള്ളതല്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അവരുടെ കൂടെ പോകണം പ്ലീസ്, എനിക്ക് ജീവിക്കണ്ട, എനിക്കാരും ഇല്ല പ്ലീസ്. കരച്ചിലൂടെ പുലമ്പിക്കൊണ്ട് പറഞ്ഞവളുടെ ശബ്ദം പതിയെ നിർത്തും. അവളുടെ ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് അറിഞ്ഞ് ചേർത്ത് പിടിച്ചപ്പോഴേക്കും അവൻ്റെ കൈകളിലേക്ക് ഒഴിഞ്ഞു വീണിരുന്നു അവൾ. എൻ്റെ പേര് അജയൻ. ഞാനാ നിങ്ങൾക്ക് ഫോൺ വിളിച്ചു പറഞ്ഞത്. നേരത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നടന്നിരുന്ന ആളായിരുന്നു അത്. മുകുന്ദനും ദേവനും നന്ദിയോടെ അയാളെ നോക്കി. ദേ, ആ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ഒരു മോളും ഉണ്ട്. ചന്ദ്രനും ഞാനും സുഹൃത്തുക്കൾ ആണ്. എന്ത് കാര്യവും അവൻ എന്നോട് പറയാറുണ്ട്. നാടും നിങ്ങളുടെ കാര്യമൊക്കെ അങ്ങനെ അറിഞ്ഞതാ. ദേവൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? കല്ലുമോളാ തന്നത്. ചന്ദ്രൻ്റെയും ഗിരിജയുടെയും മോള്. കല്യാണി, കല്ലു എന്ന് വിളിക്കും. അയാൾ പറഞ്ഞതിന് മൂളുമ്പോൾ സ്വന്തം പെങ്ങളുടെ മോളുടെ പേരും അറിയില്ലല്ലോ എന്നായിരുന്നു അയാൾക്കുള്ളിൽ. ഒപ്പം ദേവൻ്റെ നമ്പർ എങ്ങനെ കിട്ടി എന്നും. ആ സംശയത്തോടെ മുകുന്ദൻ ദേവനെ നോക്കിയതും അയാൾ തല താഴ്ത്തി. അതോടെ മുകുന്ദന് മനസ്സിലായി ദേവനും ഗിരിജയും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്ന്. വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ മുകുന്ദൻ. കേശവും ഇരുവരെയും മാറി മാറി നോക്കി. പിന്നെ ശ്രീനാഥിനോട് സംസാരിക്കാൻ നിന്നു. ഇടയ്ക്കിടെ അവൻ്റെ നോട്ടം അകത്തേക്ക് നീളുന്നുണ്ടായിരുന്നു. അകത്തുനിന്നും ഇപ്പോഴും മേഖലകളിലും എണ്ണപ്പെറുക്ക് കരയുന്നതും കേൾക്കാം. കല്ലവും മുത്തശ്ശിയും ഒക്കെയാണ്. ബോധം വന്നപ്പോൾ മുറിയിലെ കട്ടിൽ കിടക്കുകയായിരുന്നു അവൾ. ചുറ്റും എല്ലാവരും ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് താനൊരു അനാഥയായി മാറി എന്ന സത്യം അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു തന്നെ. സ്നേഹം കൊണ്ട് മൂടിയിരുന്ന അച്ഛനും അമ്മയും ഇനി ഇല്ലെന്ന സത്യം അവളെ നടുക്കിക്കൊണ്ടിരുന്നു. അടുത്ത് തന്നെ ചുറ്റിപ്പിടിച്ചു കിടക്കുന്ന മുത്തശ്ശിയുടെ മുഖത്തേക്ക് അവൾ നോക്കി. ഒരുപാട് കാണാൻ ആഗ്രഹിച്ചതാണ് ഈ മുത്തശ്ശിയെ. അമ്മ പറഞ്ഞു കേട്ട അറിവ് മാത്രം ഉള്ള മുത്തശ്ശി. അവരും കരയുകയാണ്. ഒരേ ഒരു മകളെ നഷ്ടപ്പെട്ട ദുഃഖം. കുതിതീരെ കാണുന്നതിന് മുമ്പേ പടിയിറങ്ങിപ്പോയൊരു നോക്ക് കാണാൻ അവർ എത്ര വട്ടം ആഗ്രഹിച്ചിരിക്കും. അമ്മയും ഒരുപാട് വട്ടം പറഞ്ഞിരുന്നു സ്വന്തം അമ്മയെ നേരിട്ട് കാണാനുള്ള മോഹം. പക്ഷെ ഓർമ്മകൾ നിറഞ്ഞതും അവളിൽ നിന്നും ഏങ്ങലുകൾ ഉയർന്നു. മുത്തശ്ശിയെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു. കണ്ടെന്നവർക്ക് എല്ലാം ഹൃദയവേദന നിറച്ചൊരു കാഴ്ചയായിരുന്നു അത്. പുറത്ത് കേശു മറ്റെല്ലാവരും അറിയുകയായിരുന്നു ഗിരിജയുടെയും ചന്ദ്രൻ്റെയും ഒക്കെ ജീവിതം. അന്ന് അവിടെ നിന്ന് പോന്നിട്ട് അവർ ആദ്യം കണ്ണൂർ ആയിരുന്നു. ബിസിനസ് ഒക്കെ തുടങ്ങി നല്ല നിലയിൽ ആയിരുന്നു അവരുടെ ജീവിതം. 2 വർഷത്തിന് ശേഷം അവർക്ക് കല്യാണി പിറന്നു. പക്ഷെ അതിനുശേഷം ഒരു കുഞ്ഞിനെ വഹിക്കാൻ ഗിരിജയുടെ ഗർഭപാത്രത്തിന് കഴിയാതെ വന്നു. അതോടെ കല്ലു അവർക്കൊറ്റ മകൾ ആയി. സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ ഇരുൾ വീഴ്ത്തി. ചന്ദ്രൻ്റെ ബിസിനസ് തകരാൻ തുടങ്ങി. പാർട്ട്ണർ പറ്റിച്ച് വിദേശത്തേക്ക് കടന്നു. പോലീസ് കേസായി. ഉള്ളതെല്ലാം വിറ്റ് കേസ് നടത്തി. പക്ഷേ കാശ് വാരി എറിഞ്ഞ് അയാൾ രക്ഷപ്പെട്ടു. ഒടുവിൽ കയ്യിൽ അവശേഷിച്ച കുറച്ചു തുകയുമായി ചന്ദ്രനും കുടുംബവും കണ്ണൂർ നിന്നും പാലക്കാട്ടേക്ക് താമസം മാറി. ഇവിടെ 5 വർഷമായി ഈ കുഞ്ഞു വീട്ടിൽ കഴിയുന്നു. ഇത്രയുമാണ് എനിക്ക് അവരെ പറ്റി അറിയുന്ന കഥ. മുകുന്ദനും ദേവനും പരസ്പരം നോക്കി. ഇരുവരുടെയും കണ്ണുകളിൽ വേദന നിറഞ്ഞു. ഗിരിജ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളാകുന്നത്. എല്ലാ കാര്യവും എന്നോട് പറയും. എനിക്ക് കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു അവൻ. സയാമിസ് എന്ന് പറഞ്ഞു കളിയാക്കും കല്ലുമോള്. അവനാ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതും ശ്രീതാവിൻ്റെ കടുത്തേക്ക് വന്നു. കേശു, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇവിടെ എങ്ങനെയാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത്? അത് സാരില്ല ഏട്ടാ. ചടങ്ങുകളൊക്കെ കഴിയുന്നവരെ നമ്മൾ ഇവിടെ വേണ്ടേ അല്ലേ അച്ഛാ? ഞാൻ പറയുന്നതായിരുന്നു ഞാനും അവനും ഒക്കെ പോയാലോ എന്ന്. അതെങ്ങനെയാ ശ്രീ? ഇവിടുത്തെ ചടങ്ങൊക്കെ കഴിയട്ടെ. മരിച്ച നിൻ്റെ അപ്പച്ചിയെ അത് മറക്കണ്ട. ഉള്ള സ്ഥലത്ത് എല്ലാവരും കൂടെ കഴിയാം. അപ്പോൾ ഞങ്ങളല്ലാതെ കല്ലുമുൾക്ക് വേറെ ആരും ഇല്ല. പെട്ടെന്ന് ആ കുട്ടി ഇവിടെ ഇട്ടിട്ട് പോരാനും പറ്റില്ല. മുകുന്ദൻ പറഞ്ഞതോടെ പിന്നീട് ശ്രീനാഥിന് മറ്റൊന്നും പറയാൻ ഇല്ലായിരുന്നു. രാത്രി ഭക്ഷണമൊക്കെ അജയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അയാളുടെ ഭാര്യ കണ്ണകി നല്ലൊരു സ്ത്രീയായിരുന്നു. സ്വന്തം വീടെന്ന പോലെ ആളുകളെന്ന പോലെ അവർ പെരുമാറി. മുത്തശ്ശിയെ നിർബന്ധിപ്പിച്ച് വിളിച്ചു കൊണ്ടുവന്ന് കുറച്ച് കഞ്ഞി കുടിപ്പിച്ചതും അവരായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ കേശു കണ്ടിരുന്നു തൻ്റെ നേരെ നിലത്തിരുന്നു തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ചോറ് വാങ്ങി കഴിക്കുന്ന കല്ലുവിനെ. കരഞ്ഞു വീർത്ത കണ്ണും മുഖവും ചുവന്നു കയറിയ മൂക്കും അഴിഞ്ഞുലഞ്ഞ മുടിയും സങ്കടം കൊണ്ട് ഇപ്പോഴും ചുണ്ടുകൾ മുതുമ്പുന്നുണ്ട്. ആ നിമിഷം അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ മുഖം പതിഞ്ഞിരുന്നു. ഇടക്ക് മുഖമൊന്നുയർത്തി നോക്കി അവളും കണ്ടിരുന്നു തന്നെ നോക്കിയിരിക്കുന്നവനെ. ഒരു നിമിഷം ഉടക്കിയ നോട്ടം പെട്ടെന്ന് പിൻവലിച്ചുകൊണ്ട് ലളിതയുടെ തോളിലേക്ക് ചാഞ്ഞു അവൾ. കണ്ണുകൾ ഇറുക്കി അടച്ചു.